തെരുവ് നായ്ക്കളുടെ സംരക്ഷണം മൃഗസ്നേഹികളെ ഏൽപ്പിക്കാമെന്നും മനുഷ്യനാണ് മൃഗങ്ങളെക്കാൾ അവകാശം എന്നും കേരള ഹൈക്കോടതി. മൃഗങ്ങൾക്കും അവകാശമുണ്ടെങ്കിലും അതിലും മേലെയാണ് മനുഷ്യന്റെ അവകാശമെന്ന് ഹൈക്കോടതി. തെരുവുനായയുടെ ശല്യം നിയന്ത്രിക്കാൻ നടപടി വേണമെന്നാവശ്യപ്പെട്ട് നിയമ വിദ്യാർത്ഥിനി കീർത്തന നരിനടക്കം ഫയൽ ചെയ്ത ഹർജികൾ പരിഗണിക്കുമ്പോഴായിരുന്നു കേസിൽ കക്ഷി ചേർന്ന മൃഗസ്നേഹികളോട് കോടതിയുടെ പരാമർശം. മൃഗങ്ങൾക്ക് അവകാശമുണ്ട്, പക്ഷേ അതിനു മേലാണ് മനുഷ്യന്റെ അവകാശം. മൃഗസ്നേഹികൾ തയ്യാറാണെങ്കിൽ നായ്ക്കളെ പിടിച്ചു നൽകാൻ നിർദ്ദേശം നൽകാം. നിങ്ങൾ അസോസിയേഷൻ രൂപീകരിക്കൂ. മനുഷ്യന് റോഡിലൂടെ നടക്കണം, എവിടെ വേണമെങ്കിലും കൊണ്ടുപോയിക്കോളൂ. പണം നൽകാൻ മൃഗസ്നേഹികൾ തയ്യാറാണ്, പക്ഷേ എവിടേക്ക് കൊണ്ടുപോകും? നിങ്ങളെ പട്ടി കടിച്ചിട്ടുണ്ടോ? എനിക്കറിയാം വേദന. തെരുവുനായ്ക്കളുടെ കടിയേൽക്കുമ്പോഴും കടിയേറ്റ് ഉറ്റവരെ നഷ്ടപ്പെടുമ്പോഴും മാത്രമേ വേദന മനസ്സിലാകൂ. ചില്ലുകൊട്ടാരത്തിലിരുന്നു പലതും പറയാം. നടപ്പാക്കാൻ കഴിയുന്ന പരിഹാരമാർഗം എന്തെന്ന് സർക്കാർ അടക്കം എല്ലാവരും പറയണം, കോടതി പറഞ്ഞു. കണ്ണൂരിൽ പട്ടികടിയേറ്റ കുട്ടി പ്രതിരോധ മരുന്ന് കുത്തിവെച്ചിട്ടും മരിച്ചു. ദയാവധമൊന്നും പരിഹാരമല്ല. ഗുരുതരമായ രോഗം ബാധിച്ച നായ്ക്കളെ മാത്രമാണ് ദയാവധത്തിന് ഇരയാക്കാനാവുക. മൃഗസ്നേഹികളെ തെരുവുനായ്ക്കളുടെ സംരക്ഷണം ഏൽപ്പിക്കാം, നോക്കിക്കോളൂ. മനുഷ്യനാണ് മൃഗങ്ങളെക്കാൾ അവകാശം. ജസ്റ്റിസ് CS ഡയസ് പറഞ്ഞു. മനുഷ്യൻ മൃഗങ്ങളെ കടിച്ചാൽ മാത്രമല്ല, മൃഗങ്ങൾ മനുഷ്യനെ കടിച്ചാലും കേസെടുക്കണം. തെരുവുനായ്ക്കൾ മനുഷ്യനെ കടിച്ചാൽ തദ്ദേശ സ്ഥാപന സെക്രട്ടറി ഉത്തരവാദിയാകും. തെരുവുനായ കടിച്ചാൽ FIR എടുക്കാൻ നിർദ്ദേശിക്കും. സംസ്ഥാന പോലീസ് മേധാവിയെ കേസിൽ കക്ഷി ചേർക്കാനും നിർദ്ദേശിച്ചു. ഈ വർഷം ഇതുവരെ തെരുവുനായ്ക്കൾ എത്ര പേരെ കടിച്ചു, എത്ര പേര് മരിച്ചു, സംസ്ഥാനത്ത് എത്ര തെരുവുനായ്ക്കളുണ്ട്, നായ്ക്കൾക്കായി എത്ര ഷെൽട്ടർ റൂമുകൾ നിർമ്മിച്ചു എന്നീ വിവരങ്ങൾ 10 ദിവസത്തിനകം അറിയിക്കാനും നിർദ്ദേശിച്ചു. ഹർജികൾ ഓഗസ്റ്റ് 11 വീണ്ടും പരിഗണിക്കും.